തവണത്തെ ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി എന്ത് തോന്നുന്നു? നല്ല കോൺസെപ്റ്റ്. പണിപ്പുര ഇല്ല, ഡ്രസ്സില്ല, 1,00,000 രൂപയുടെ വസ്ത്രമൊക്കെ ആയിട്ടാണ് ഓരോ കണ്ടസ്റ്റന്റ് പോയിട്ട് ഭയങ്കര പണി പോയിട്ടാ. ഞാനൊക്കെ പോയ സീസണിൽ ഇപ്പോൾ ഈ സീസൺ കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസൺ ഭയങ്കര ദുരിതമാണ്. നമുക്കൊക്കെ ലക്ഷ്യം ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഈ സീസൺ ഭയങ്കര പാടാണ്. ഇപ്പോൾ ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ തുടങ്ങിയില്ലേ, അന്ന് ആർക്കും ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ. ഇല്ല എന്താ പണി, എന്തൊക്കെയാ പണി, അതുപോലെ പോയി. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് നമുക്ക് മനസ്സിലാണത് എന്ത് പണിയാ കൊടു കളിച്ചു വന്ന കണ്ടസ്റ്റന്റ് ഞാൻ തന്നെ ആലോചിക്കുകയാണ്. ഡ്രസ്സും ഇല്ല, ഫുഡ് പിന്നെ ഓൾറെഡി അവിടെ ഇല്ല, പൊട്ടുമില്ല. എന്ത് പണ്ടാറേ അല്ല, നമ്മള് പുരുഷന്മാർക്കാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് പല കാര്യങ്ങളും. സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ വസ്ത്രം, മേക്കപ്പ് അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പറയും. ഇപ്പൊ ഞാൻ കഴിഞ്ഞു വന്ന ഒരാളായതുകൊണ്ട് പറയാണ്, പലരും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരാണെന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറെ വികാരങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പോകുമ്പോൾ അതൊക്കെ ചാവും. അതെങ്ങനെ ചാവണമെന്നൊന്നും എനിക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സമയത്ത് ആണുങ്ങൾ പൊട്ടും, ഫ്രസ്ട്രേഷൻ പൊട്ടും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ സീസണിൽ നമ്മൾ കണ്ടസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എടാ റിയൽ ലൈഫിലാണെങ്കിൽ ഇത്ര ദിവസം നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ. ഇതിപ്പോ എത്ര ദിവസം ഞങ്ങൾ തമ്മിൽ ഞാൻ, അർജുൻ, സിജോ, ഞങ്ങൾ സ്ഥിരം ടോപ്പിക് എന്തായിരുന്നു, എത്ര ദിവസം ലൈഫിൽ എത്ര ദിവസം. സിജു അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത്, സോറി സായി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തായിരുന്നു ഈ ഏഴിന്റെ പണിയിലായിരുന്നെങ്കിൽ? അയ്യോ പണിപ്പെടും, ഭയങ്കര പണിയായിരുന്നു. കാരണം ഡ്രസ് ഇല്ലാത്തതല്ല വിഷയം, ബേസിക്കലി ഫുഡ് ഭയങ്കര സീൻ. അപ്പൊ നമ്മളെ സീസണിൽ നമുക്ക് ഇനഫ് ഫുഡ് ഉണ്ട്, അത് കുറവായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ആ പണിപ്പുരയിൽ പോയി കിട്ടുന്ന ആ സാധനം മാത്രം. പിന്നെ ഞങ്ങളുടെ സീസണിൽ എന്ന് പറഞ്ഞാൽ വെക്കാൻ അറിയുന്ന ആളുകൾ ജാൻമണി അടിപൊളിയായിട്ട് വെച്ചു, അൻസിബ നന്നായിട്ട് വെച്ചിരുന്നു, നൂറ നന്നായിട്ട് വെച്ചിരുന്നു, ഈവൻ ജാസ്മിനാണെങ്കിൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ സിജോ നന്നായിട്ടുണ്ടാക്കും, ജിൻഡോ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ കുറെ ആൾക്കാർ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഈ സീസണിൽ ഞാൻ നോക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ. ഒനിയിൽ ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ കുറച്ച് നൂറ, റെന, അനുമോള്, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഉണ്ടാക്കാനും അറിയില്ല, ഫുഡ് ഉണ്ടാക്കാൻ സാധനം. ഇപ്പോൾ സായി ആണെങ്കിൽ കഴിഞ്ഞ സീസണിൽ വയൽക്കാടായിട്ട് കയറിയ ഒരു വ്യക്തിയായിരുന്നു. ഈ സീസണിൽ 4 പേര് വയൽക്കാടായിട്ട് വന്നിട്ടുണ്ട്. 5 പേര് വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്രാവശ്യത്തെ വയൽക്കാടൊക്കെ എങ്ങനെയുണ്ട് ബിഗ് ബോസ് സീസൺ 7? മസ്താനി ഒരു ക്രൂക്കഡ് വയൽക്കാടാണ്. ക്രൂക്കഡ് മീൻസ് ഷൂഡാണ് ഭയങ്കര. അവർ പറയുന്നത് അവർക്ക് ഇമോഷൻസ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ബിഗ് ബോസ് ആണ് ആ പറഞ്ഞ മസ്താനി 2 ആഴ്ച കഴിഞ്ഞാൽ പൊട്ടും, നിന്നാൽ പൊട്ടും, പൊട്ടി കരയുന്നത് നമ്മൾ കാണും. ഓൾറെഡി പനിമോളെടുത്ത് പോയിരുന്നു കരഞ്ഞു. പിന്നെ പക്ഷെ അതാരും കാണിച്ചിട്ടില്ല, പിന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുപോലെ വെൽക്കാട്ടിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, പുറത്തത്തെ കാര്യം അകത്തൊന്നും സംസാരിക്കരുത്. പുറത്ത് കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ, ഞാൻ കയറുമ്പോൾ കാണുന്നത് ജാസ്മിൻ അവിടെ സഫർ ചെയ്യുക. ഞാൻ പോയിട്ട് എനിക്ക് അറിയുന്ന ഒരു കാര്യം, അവൾ സമാധാനിക്കാണെങ്കിൽ സമാധാനിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ല ഒരാളെ തകർക്കാൻ വേണ്ടി പറഞ്ഞ ഐറ്റൊന്നും. പക്ഷേ ഇതല്ല, ഇതൊരാളെ മസാനിക്കുള്ളൊരു ഒരു കാര്യം എന്താ വെച്ചാൽ, അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, പോണതിന് മുന്നേ അപ്പാനീനെ എല്ലാവരും മിക്ക ആൾക്കാരും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിന് ഓരോ സാധനം എടുത്തു വെച്ചിട്ടാണ് ആര് പോണേ, മസ്താനി ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയുമില്ല. മസ്താനിയിൽ ആരും പഠിച്ചതുമില്ല. അപ്പം അതൊരു സാധനം വെച്ചുകൊണ്ട്, ഒരു അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഫാമിലി, റെനയുടെ ഫാമിലിന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശുദ്ധ തെമ്മാടിത്തരാ. അപ്പാനിയുടെ ഫാമിലിനെ പറ്റി പറഞ്ഞു, ഭാര്യയുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം, ബോയ്ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ട്, നീ എന്തുകൊണ്ട് നിന്റെ ലൈഫ് സ്റ്റോറിയിൽ ഇത് പറഞ്ഞില്ല? ഈ മസ്താനിയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ഫുള്ള് കാര്യം പറഞ്ഞു. എനിക്കറിയാം, മസ്താനിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം മസ്താനിന്റെ ലൈഫ് സ്റ്റോറിയിൽ എന്തൊക്കെ ഉണ്ട് ഉള്ളത്. എന്നിട്ട് മസ്താനി ഒളിപ്പിച്ച് വെച്ചില്ലേ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. മസ്താനിക്ക് ബാക്കിയുള്ളവരത് അറിയാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കയറി കുടുംബത്തിൽ കയറിയിട്ടും പേഴ്സണലി കയറിയും കൊട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ കാര്യമല്ല. പേഴ്സണൽ അറ്റാക്ക് എന്ന് പറഞ്ഞത് മസ്താനി ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഞങ്ങളെ സീസൺ നടന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ കളിക്കുമ്പോൾ പുറത്ത് പല ഗ്രൂപ്പുകളിലൊക്കെ മസ്താനിന്റെ കുറെ സ്ക്രീൻഷോട്ടും കാര്യമൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കളിച്ച ഒരാൾ ഉള്ളിൽ പോകുമ്പോൾ നമ്മളൊക്കെ പുറത്തുണ്ടല്ലോ. അതെ. ഇപ്പൊ ഈ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ എന്നല്ല പറയുന്നത്, പ്രേക്ഷകർ കൂടുതലും നോക്കി കാണുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനുമോളായിരിക്കും. തീർച്ചയായിട്ടും റോങ് ഇൻഫർമേഷൻ. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് അനുമോളുടെ വോട്ടിംഗ് ഒരു 30 to 35% തന്നെ കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സിമ്പിൾ ആണ് റീസൺ. ഒരു PR പുറത്ത് വന്നൊരു ചാർട്ട് നോക്കിയിട്ട് അനുമോക്ക് ഇത്ര വോട്ടെന്ന് ഒരിക്കലും ഞാനത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അനുമോളുടെ ഗെയിമൊക്കെ അങ്ങനെയാണ്, ഏത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. കുടുംബ പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുടുംബ പ്രേക്ഷകരും ഈ 1.5 ആഴ്ചയായിട്ട് ഒരു മാക്സിമം വോട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. നമുക്കറിയാലോ ഒരു ഇൻസൈഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഈ ആഴ്ചയിലാണെങ്കിലും അനുമോൾ ടോപ്പിലല്ല വോട്ടിങ്ങിൽ, അത് ഉറപ്പായി. അനുമോളുടെ ഗെയിം അങ്ങനെയാണെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് സായിക്ക് തോന്നുന്നുണ്ടോ?
കാരണം വെച്ചാൽ കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് കുറേയൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. കുറേയൊക്കെ ഞാൻ പറയട്ടെ, ബിഗ് ബോസിന് കുടുംബ പ്രേക്ഷകർ മാത്രമല്ല. അല്ല, ഞാൻ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ജിൻഡോ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ജിൻഡോയ്ക്ക് വോട്ട് കൂടി എന്നുള്ളൊരു. നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല, ജിൻഡോനെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടേ ഇല്ല. ജിൻഡോനെ ഒറ്റപ്പെടുത്തിയിട്ടായിട്ടാണ് പുറത്തേക്ക് അവർ കാണിച്ചത്. അത് നമ്മളെ പ്രശ്നമല്ല. അല്ല, അനുമോള് ഈ പ്രാവശ്യം ആ ഒരു ഇല്ല, അനുമോള് ഇപ്രാവശ്യം സീസണിന്റെ ഗുണം കണ്ടോ? എല്ലാ ആഴ്ചയിലും ഓരോരോ കണ്ടസ്റ്റന്റിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ അവരങ്ങനെ ഈ ഒറ്റ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇതുവരെയായിട്ട് പോയിട്ടില്ല. മേ ബി പോവായിരിക്കും, ഒരു 60 ദിവസം കഴിഞ്ഞാൽ പോവായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു 70 ദിവസം കൂടുതലൊന്നും അനുമോള് നിൽക്കും. പിന്നെ ഇപ്പോൾ ഈ കോമണറായിട്ട് വന്ന അനീഷിന്റെ ഗെയിമൊക്കെ ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ ഒരു വീക്കിലും കാര്യങ്ങളൊക്കെ വീണ്ടും പിന്നെ അത് ആവർത്തിക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ നമുക്കറിയാം. രാവിലെ എണീച്ചാൽ അനീഷ് മോർണിംഗ് ടാസ്കിൽ കച്ചറ ഉണ്ടാക്കും, അടുക്കളയിൽ ഒരു കച്ചറ ഉണ്ടാക്കും, ഇരിക്കുന്ന അനീഷിനൊരു ഇരിക്കുന്ന സ്പേസ് വരെ അനീഷിന് മാറി. അനീഷ് അത് ആലോചിച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് ഈ സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു അവസ്ഥ ഉണ്ട് അനീഷ്. കുറേ പ്രശ്നങ്ങളുണ്ട്. അതെ അതെ അനീഷ് വരച്ച് വെച്ചൊരു അപ്പുറത്തേക്ക് അനീഷിന് ഗെയിം ഉയർത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് വരാം, ആര്യം നിന്ന ആര്യൻ ഇതിന് ഇരട്ടി ഇനി 1-2 ആഴ്ച കൊണ്ട് എന്ത് കയറും, ഫാൻസ് കയറാൻ സാധ്യത. കാരണം നെവിൻ ഉള്ളപ്പോൾ ഒരു എന്റർടൈൻമെന്റ് ഇപ്പോ വെറുത്തിട്ടാണെങ്കിലും ആര്യനുണ്ട്. ആര്യൻ എനിക്ക് തോന്നുന്നു പോകെ ആൾക്കാർ ആര്യനെ സംബന്ധിച്ചായാലും ആര്യനും ജിസൈലിന്റെ ഒരു കോംബോ അത് വേറെ രീതിയിൽ പ്രേക്ഷകർ എടുത്തിട്ട് പിന്നെ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു കോംബോനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആര്യനും ജിസൈലിനെ സംബന്ധിച്ചുള്ളൊരു ഊഹാപോഹങ്ങൾ ഇങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതകളുണ്ട്. ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അവർ ചെയ്തു എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു എന്ന് വെച്ചാൽ ആര്യൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് സംസാരിച്ചൊരു കാര്യം. അതെ അതെ അതെ, അത് ജിസൈൽ പറയുകയും ചെയ്തു. എനിക്ക് ചെയ്തെന്ന് പറയേണ്ട കാര്യമുള്ളൂ എന്ന് പറയും. ഹിന്ദി ബിഗ് ബോസ് ഗോൾഡ് ഫോട്ടോഷൂട്ട് അടക്കം ചെയ്യുന്നത് അവർക്കിപ്പോ ഒരാളെ ഉമ്മ വെച്ചു എന്ന് പറയുന്നതുകൊണ്ട് അവരുടെ ഒന്നും കൊഴിഞ്ഞാടി പോവല്ല. അവര് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് അനുമോള് ഞാൻ പറഞ്ഞു, അനുമോള് കണ്ണിൽ സ്കാനർ വെച്ച് നടക്കണമെന്ന് പറയാൻ പറ്റില്ല. അല്ല, അനുമോൾക്ക് ചിലപ്പോൾ സമയങ്ങളിൽ ഒരു അസൂയ എന്നുള്ള രീതിയിൽ തോന്നി കാണാം. കാരണം വെച്ചാൽ മേക്കപ്പിന്റെ ഒക്കെ സംബന്ധിച്ച് അസൂയ കൂടുതൽ. അനുമോള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര റിവഞ്ച് ആണല്ലോ. എനിക്കൊരാൾ ദേഷ്യം തോന്നി ഞാൻ ഇത് അറ്റം വരി ആ ദേഷ്യം വെച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ സംഭവം. ഗിസൈലിനോട് എവിടെയോ അവർക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു, അത് മെല്ലെ ഗിസൈലിന്റെ ഒപ്പം നിന്ന് ആര്യനിലേക്കും എന്ത് ചെയ്തു മാറി. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ 7ന്റെ പണി എന്ന് പറയുമ്പോൾ തന്നേക്കും ബിഗ് ബോസിന്റെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് നല്ല കോണ്ടന്റ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, ബിഗ് ബോസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനെ പറ്റി അതായിരിക്കും ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരുന്ന ഒരാളുടെ നോക്കുക എന്നുള്ളത്. സായിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ഗിസൈലൊന്ന്, ആര്യൻ, ഇവൻ അക്ബർ, ഈ 3 പേര്, അനീഷ് ഷാനവാസ് ഒന്നും ഉണ്ടാവില്ല. ഇത്രയും ആൾക്കാർ അടിപൊളി സെറ്റാണ്. ഓക്കെ അപ്പോൾ ഒരു കപ്പ് എടുക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, ഒരു ടോപ്പ് 5 എത്തുന്ന ആൾക്കാരായിരിക്കും. ആരൊക്കെയായിരിക്കും ടോപ്പ് 5 മേ ബി ലക്ഷ്മി വരും. വേദലക്ഷ്മി വരാനുള്ള ചാൻസ് ഞാൻ കാണും. ലക്ഷ്മിയുടെ എല്ലാ കഥകളും അവർ പറയുന്ന രീതിയും എല്ലാം തന്നെ ഒരു ഇമോഷൻലെസ് ആണ്. പക്ഷെ ആ ഇമോഷനിൽ പുറത്തേക്ക് വരുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു അവരെങ്ങനെ എത്താൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ഓക്കെ അപ്പോൾ സായി പ്രാവശ്യത്തിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് പോവോ, ഗസ്റ്റ് ആയിട്ടൊന്നും? അല്ല, സായി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പണപ്പെട്ടി അടിച്ചുകൊണ്ടുപോയി. അതാണ് സായിയുടെ ഏറ്റവും വലിയ. ഞാൻ നോക്കുമ്പോൾ ഒരു സീസണിൽ ആകെ 2 ആൾക്കാരെ ഓർത്ത് വയ്ക്കും. ഒന്ന് കപ്പടിച്ചാണ്, ഒന്ന് പണപ്പെട്ടി അടിച്ചാണ്. കപ്പ എന്തായാലും കിട്ടില്ല, പണപ്പെട്ടിക്കും പണപ്പെട്ടി. ഓക്കെ.